നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഓൾറെഡി എന്തൊക്കെ പഠിച്ചു? കളക്ഷൻ ഓഫ് മിൽക്ക് പഠിച്ചു അല്ലെ? കളക്ഷൻ ഓഫ് മിൽക്കിൽ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ ക്ഷീര കർഷകര് പശുവിന്റെ അകിടിൽ നിന്ന് പാല് കറന്നെടുക്കുന്നു എന്ന് പറഞ്ഞു. പാല് കറന്നെടുത്തിട്ട് അതിന്റെ സാമ്പിളിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യും. ആ പാലിന്റെ ക്വാളിറ്റി കൊള്ളാമോ, അല്ലെങ്കിൽ ആ പശുവിന് എന്തെങ്കിലും മാസ്റ്റൈറ്റിസ് പോലുള്ള രോഗങ്ങളുണ്ടോ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു സാമ്പിൾ കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ സാമ്പിളിങ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് പറഞ്ഞിട്ടില്ല. എന്നാലും എന്താണ്, ആ പാലിന്റെ സാമ്പിൾ എടുത്ത് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താണ്, നമ്മൾ ഈ പാലിനെ ബൾക്ക് മിൽക്ക് കൂളേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബൾക്ക് മിൽക്ക് കൂളേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 4 ഡിഗ്രി സെൽഷ്യസിൽ. കാരണം എന്താണ്, ഒരു ചിൽഡ് കണ്ടീഷനിൽ പാലിൽ മൈക്രോ ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ആ ചിൽഡ് കണ്ടീഷനിൽ പാല് സൂക്ഷിക്കുന്ന വഴി പാല് കേടുകൂടാതെ കുറച്ചധികം നാള് നമുക്ക് എന്താണ് കീപ്പ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അതേ ചിൽഡ് കണ്ടീഷനിൽ പാലിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് എവിടെ എത്തുന്നു? നമ്മുടെ പ്രോസസിങ് യൂണിറ്റിൽ, അല്ലെങ്കിൽ എന്താണ് പ്ലാന്റുകൾ, ഡയറി പ്ലാന്റുകളിൽ എത്തിക്കുന്നു. അവിടെയാണ് റിസപ്ഷൻ ഡെസ്ക് അല്ലെങ്കിൽ റിസപ്ഷൻ ഡോക്കിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള പ്ലാറ്റ്ഫോം ടെസ്റ്റുകൾ ചെയ്യുന്നതായിട്ട് പറഞ്ഞു അല്ലെ? അപ്പൊ ഇങ്ങനത്തെ കുറെ പ്ലാറ്റ്ഫോം ടെസ്റ്റുകളെ കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി പ്ലാറ്റ്ഫോം ടെസ്റ്റുകളൊക്കെ ക്വാളിഫൈ ചെയ്തു എന്നിരിക്കട്ടെ. അതായത് നമ്മുടെ പാല് എന്താണ് ഹ്യൂമൻ കൺസപ്ഷന് നല്ലതാണ്, അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, ഹീറ്റ് സ്റ്റെബിലിറ്റി ഉണ്ട്, അസിഡിറ്റി ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ, മറ്റ് എന്താണ് പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ അല്ലെങ്കിൽ മാസ്റ്റൈറ്റിസ് പോലുള്ള രോഗങ്ങളുടെ സൊമാറ്റിക് സെൽസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല, മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഒരുപാടില്ല, കൺട്രോളബിൾ ആയിട്ടുള്ള രീതിക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് കൺഫേം ആയി. ഈ എന്താണ് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോ ഇനി എന്താണ്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം അല്ലെ? അപ്പൊ അടുത്ത സ്റ്റെപ്പാണ് ക്ലാരിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ചധികം സ്റ്റെപ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാരിഫിക്കേഷൻ ആണ്. ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. എന്താന്ന് നോക്കി, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈറ്റൽ സ്റ്റെപ്സ് ഇൻ മിൽക്ക് പ്രോസസിംഗ്. അതായത് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്ന വലിയ സംഭവമൊന്നുമില്ല. നമ്മളുടെ പാലിനകത്ത് എന്തെങ്കിലും ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ കല്ല്, മണ്ണ്, അല്ലെങ്കിൽ നമ്മളിപ്പം പശു തൊഴുത്തിലാണല്ലോ, അപ്പൊ അതിന്റെ വൈക്കോലിന്റെ പീസസ്, എന്തെങ്കിലും ഗ്ലാസിന്റെ പീസസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡർട്ട് പീസസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് അരിച്ച് കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ വളരെ വൈറ്റൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ നോക്കിയേ, ഇറ്റ് ഈസ് എ പ്രോസസ് ഡിസൈൻഡ് ടു റിമൂവ് ഫൈൻ ഇംപ്യൂരിറ്റീസ്. എന്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഫൈൻ ഇംപ്യൂരിറ്റീസ് ആൻഡ് എൻഷുർ ദാറ്റ് ദ മിൽക്ക് entering subsequent stages is clean and equipment friendly. അപ്പോ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫൈൻ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം എൻഷുർ ചെയ്യണം. കാരണം നമ്മൾ പാലിനെ കളക്ട് ചെയ്തു, അതിന്റെ ക്വാളിറ്റി ടെസ്റ്റുകൾ എന്താണ്, ഒരു റിസപ്ഷൻ ഡെസ്ക്, അതായത് ഒരു പ്ലാറ്റ്ഫോം ടെസ്റ്റുകളൊക്കെ ക്വാളിഫൈ ചെയ്തു. പക്ഷെ ആ പാല് പക്കായിട്ട് ഹ്യൂമൻ കൺസപ്ഷന് സൂപ്പർ ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനകത്ത് ഇങ്ങനത്തെ ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി പോകുന്നത് എന്തൊക്കെയാണ്? പാസ്ചറൈസേഷൻ, ഹോമോജനൈസേഷൻ, അങ്ങനത്തെ ഓരോരോ സ്റ്റെപ്പുകളിലേക്ക് പോകുന്നു അല്ലേ? അപ്പം അങ്ങനത്തെ സ്റ്റെപ്പുകളിലേക്കൊക്കെ പോകുമ്പോൾ പല ഒരുപാട് വലിയ ഡയറി പ്ലാന്റ് അല്ലേ, അപ്പം അവിടെ വലിയ വലിയ ഇൻസ്ട്രുമെന്റുകളുണ്ട്. ഈ ഇൻസ്ട്രുമെന്റുകളിലേക്ക് നമ്മൾ ഈ പാലിനെ കടത്തി വിടുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കല്ലിന്റെ പീസുകളോ അല്ലെങ്കിൽ നമ്മളുടെ വൈക്കോലിന്റെ പീസുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ചിലപ്പോൾ ആ ഇൻസ്ട്രുമെന്റിന്റെ ഫംഗ്ഷനിങ്ങിനെ അഫക്ട് ചെയ്യാം അല്ലെ? ഇടയ്ക്ക് കുടുങ്ങുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ഫംഗ്ഷണൽ എഫിഷ്യൻസിനെ അഫക്ട് ചെയ്യാം. അപ്പൊ എന്താണ്, ഈ മെഷീൻ ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം നമ്മുടെ പാലല്ലേ? അപ്പൊ അതിന് നമ്മൾ എന്ത് എൻഷുർ ചെയ്യണം? സബ്സിക്വന്റ് സ്റ്റേജസിലേക്ക് പോകുമ്പോൾ നമ്മളുടെ പാല് ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തണം, അതുപോലെ എക്യുപ്മെന്റ് ഫ്രണ്ട്ലി ആണെന്ന് ഉറപ്പുവരുത്തണം. സോ എന്തുകൊണ്ടാണ് അടുത്ത സ്റ്റേജ്, പ്രോസസിംഗ് സ്റ്റേജുകൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടും അവിടെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ടും നമ്മൾ അതിന് മുന്നേ തന്നെ ഉറപ്പുവരുത്തിയിരിക്കണം ഇതിനകത്തുള്ള ഫൈൻ ഇംപ്യൂരിറ്റീസ് എല്ലാം റിമൂവ്ഡ് ആണെന്ന്. അതാണ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്, പക്ഷെ അതിനൊരു എന്താണ് ഡയറി പ്ലാന്റിലെ മിൽക്ക് പ്രോസസിംഗിൽ ഒരു പ്രാധാന്യമുണ്ട്. ഓക്കെ, മനസ്സിലാക്കിയിരിക്കാം. സോ clarification can also be employed to remove insoluble impurities. ഫൈനർ ആയിട്ടുള്ള എന്താണ് ഇംപ്യൂരിറ്റീസ് മാത്രമല്ല, ഇൻസോളിബിൾ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാരിഫിക്കേഷൻ സഹായിക്കുന്നു. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ക്ലാരിഫയർ. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ മെഷീൻ. അപ്പോൾ ഈ ക്ലാരിഫയർ വർക്ക് ചെയ്യുന്നത്
എന്ത് പ്രിൻസിപ്പിൾ ആണ്? സെൻട്രിഫ്യൂഗേഷന്റെ പ്രിൻസിപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെൻട്രിഫ്യൂഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്താണ് ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ മെഷീൻ ഉണ്ട്. അതിന്റെ പേരാണ് ക്ലാരിഫയർ. ഓക്കെ, ക്ലാരിഫയർ. ഇനി ക്ലാരിഫയർ എന്ത് ചെയ്യുന്നു? ദ ക്ലാരിഫയർ സ്പിൻസ് ദ മിൽക്ക് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ അല്ല, ഹൈ സ്പീഡിൽ എന്താണ് നല്ല രീതിയിൽ സ്പിൻ ചെയ്യുന്നു പാലിനെ. അങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സെപ്പറേറ്റ് ഹെവിയർ പാർട്ടിക്കിൾസ് ഫ്രം ദ ലിക്വിഡ് പോർഷൻ. അപ്പൊ നമുക്കറിയാം പാലെന്ന് പറയുന്നത് ഏകദേശം 87% വെള്ളമാണ്. മറ്റ് ഇപ്പം ഫാറ്റ് കണ്ടന്റ് ആയിക്കോട്ടെ, പ്രോട്ടീൻ കണ്ടന്റ് ആയിക്കോട്ടെ, എന്താണ് ലൈറ്റർ ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് അല്ലെ, അല്ലെങ്കിൽ ലൈറ്റർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. എന്നാൽ നമ്മളുടെ ഇപ്പൊ കല്ലോ മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡർട്ടിന്റെ പീസോ ഗ്ലാസിന്റെ പീസോ അല്ലെങ്കിൽ നമ്മളുടെ വൈക്കോലിന്റെ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടെ ഹെവിയർ ആണ്. അപ്പൊ ഇതിങ്ങനെ നല്ല സ്പീഡിൽ കറങ്ങുമ്പോ ഈ ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾസും ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസും സെപ്പറേറ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റഡ് ആകുന്നത് വഴിയാണ് നമുക്ക് ആ പാലിനെ ശുദ്ധമായിട്ട് ക്ലാരിഫൈ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നത്. ഇതാണ് ക്ലാരിഫയറിന്റെ ഒരു എന്താണ് രീതി എന്ന് പറയുന്നത്. So, നോക്കിക്കേ, when raw milk is collected from farms and transported to the dairy plants, it may contain various contaminants. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള കണ്ടാമിനേഷനുകളാണ് നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന പാലിൽ ഉണ്ടായിരിക്കാൻ സാധ്യത? സ്ട്രോ, ഹേ ആൻഡ് ഹെയർ ഫ്രം ആനിമൽസ്. അപ്പൊ അവിടുത്തെ വൈക്കോലോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പീസസ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ആനിമൽസ് ആണ് അല്ലെ, പശു അത്ര വൃത്തിയിലൊന്നും നിൽക്കുന്നൊന്നും ആയിരിക്കില്ല. അപ്പൊ അതിന്റെ രോമങ്ങൾ കൊഴിഞ്ഞു വീഴാം. പിന്നെന്താണ് ഡസ്റ്റ് ആൻഡ് ഡേർട്ട് ഫ്രം ദ ബാൺ ഓർ ട്രാൻസ്പോർട്ട്. അപ്പം ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വഴിയിലുള്ള എന്തെങ്കിലുമൊക്കെ പൊടികളോ ഡർട്ടുകളോ അങ്ങനെ ആ ട്രാൻസ്പോർട്ടേഷന്റെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾ അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വലിയ വാഹനം എങ്ങനെയെങ്കിലും ഒക്കെ എന്താണ് അതിനകത്തേക്ക് പൊടിയോ ഡർട്ടോ ഒക്കെ വരാം. ഇനി എന്താണ് ഫൈൻ ആയിട്ടുള്ള സാൻഡ് പാർട്ടിക്കിൾസ്. അതായത് ഒരു ഡെസേർട്ട് ലൊക്കേഷനിൽ നിന്നൊക്കെയാണ് പാല് കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് സാൻഡ് പാർട്ടിക്കിൾസ് കാണാമെന്നാണ്. കണ്ടുകൂടാന്ന് പറയാൻ പറ്റില്ല, ചിലപ്പം കാണാം. ഇനി എന്താണ് ഇൻസെക്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ഡെബ്രിസ്, ചിലപ്പം വല്ല ഈച്ച ചെത്ത് കിടക്കാം അല്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ. പിന്നെ എന്താണ് സൊമാറ്റിക് സെൽസ് ഓർ ല്യൂക്കോസൈറ്റ്സ്. പശുവിന്റെ അകിടിൽ നിന്നാണല്ലോ പാല് കറന്നെടുക്കുന്നത്. അപ്പോൾ ഈ പശുവിന്റെ സൊമാറ്റിക് സെൽസും അതിനുള്ളിലേക്ക് കലർന്നിരിക്കാം. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടാമിനൻസ് നമ്മുടെ പാലിലേക്ക് കലരാം. ഇഫ് നോട്ട് റിമൂവ്ഡ്, ദീസ് ഇംപ്യൂരിറ്റീസ് ക്യാൻ deposit on milk handling equipment and affect the heat exchange efficiency and lead to sediment formation in packaged milk. അപ്പൊ ഈ പറയുന്ന ഇംപ്യൂരിറ്റീസ് കൃത്യമായ രീതിയിൽ ഒഴിവാക്കിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇത് നമ്മളുടെ മിൽക്ക് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സിൽ, അതായത് അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഇപ്പൊ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ പാസ്ചറൈസേഷന് വേണ്ടിയിട്ടുള്ള മറ്റ് എക്യുപ്മെന്റുകൾ, ഹോമോജനൈസേഴ്സ്, അപ്പൊ ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റുകളിലേക്കൊക്കെ പോകുമ്പോൾ ആ ഇൻസ്ട്രുമെന്റില് നല്ല രീതിയിൽ എന്താണ് വർക്ക് ചെയ്യാൻ പറ്റാതാകും. അതിന്റെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് എഫിഷ്യൻസിനെയും വർക്കിംഗ് എഫിഷ്യൻസിനെയും അഫക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് അതിൽ പോയി സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് സെഡിമെന്റ് ഫോം ചെയ്ത് നമ്മുടെ പാക്ഡ് മിൽക്കിലേക്ക് എന്താണ് ആ ഒരു സെഡിമെന്റേഷൻ ആയിട്ട് ഇതും കൂടെ കടന്നു ചെല്ലാം. അപ്പൊ എന്താണ് അതൊരു അത്ര ഹ്യൂമൻ കൺസപ്ഷന് നല്ലതല്ല അല്ലെ. അപ്പൊ ഇൻസ്ട്രുമെന്റിന്റെ സേഫ്റ്റിയും അത് കൺസ്യൂം ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സിന്റെ സേഫ്റ്റിയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതാണ് ക്ലാരിഫിക്കേഷന്റെ പ്രത്യേകത, ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ക്ലാരിഫിക്കേഷൻ എലിമിനേറ്റ്സ് ദീസ് റിസ്ക് എഫക്റ്റീവ്ലി. അപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായി സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ത് സ്റ്റെപ്പിനുണ്ട്? ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിനുണ്ട്. ക്ലാരിഫിക്കേഷൻ ഡസ് നോട്ട് ആൾട്ടർ ന്യൂട്രീഷണൽ വാല്യൂ or original milk composition, rather aims to enhance the purity of milk. അപ്പൊ ക്ലാരിഫിക്കേഷൻ മൂലം പാലിന്റെ ന്യൂട്രേറ്റീവ് വാല്യൂവിന് പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ പാലിന്റെ സ്വതസിദ്ധമായിട്ടുള്ള കോമ്പോസിഷൻ, അതായത് ഇത്ര ശതമാനം വാട്ടർ, ഫാറ്റ്, പ്രോട്ടീൻ അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും ഒരു രീതിയിലുള്ള മാറ്റവും ക്ലാരിഫിക്കേഷൻ വഴി സംഭവിക്കുന്നില്ല അല്ലെ. അവിടെ വലിയ ഹീറ്റ് കൊടുക്കുകയോ വലിയ കൂളിംഗ് കൊടുക്കുകയോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും ഓഫ് ഫ്ലവേഴ്സ് വരികയോ അല്ലെങ്കിൽ ന്യൂട്രീറ്റീവ് വാല്യൂ നഷ്ടപ്പെടുകയോ ഒന്നുമില്ല. അതേസമയം പാലിന്റെ പ്യൂരിറ്റിയെ ഇംപ്രൂവ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നു? ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് സഹായിക്കുന്നു. ക്ലിയർ ആണല്ലോ? Its purpose is to improve the product hygiene and processing efficiency while maintaining the milk's natural composition. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാലിന്റെ നാച്ചുറൽ കോമ്പോസിഷനും ന്യൂട്രീറ്റീവ് വാല്യൂവും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പാലിന്റെ ഹൈജീൻ ആയിട്ടുള്ള കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുകയും അതുവഴി പ്രോസസ്സിംഗ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യാൻ സഹായിക്കുന്നു.
While clarification might seem like a simple cleaning step, it play a critical role in the dairy industry. നമ്മൾ പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് ഈ കല്ലും മണ്ണും അങ്ങനത്തെ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യുക വളരെ സിമ്പിൾ ആണ്. പക്ഷേ ഇതിന് ഒരു എന്താണ് നമ്മളുടെ മിൽക്ക് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു എൻറ്റയർ പ്രോസസ്സിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. മിൽക്ക് ഈസ് പ്രോസസ്ഡ് ഇൻ 2 ways. എങ്ങനെയൊക്കെയാണ്? To remove large particles like straw or insects, and the milk is passed through a fine metal strainer or sieve. അപ്പോ കുറച്ച് വലിപ്പമുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ഒരു ഫൈൻ മെറ്റൽ സ്ട്രെയിനർ അല്ലെങ്കിൽ ഒരു സീവ്, ഒരു അരിപ്പ പോലത്തെ എന്തെങ്കിലും മെറ്റാലിക്, നമ്മുടെ മെഷ് പോലെ ഇങ്ങനെയുള്ള മെഷിൽ കൂടെ നമ്മൾ പാലിനെ കടത്തി വിടുന്നു എന്ന് വെച്ചോ. അപ്പൊ അങ്ങനെ കടത്തി വിടുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് സൈസ് കൂടിയ സംഭവങ്ങൾ, അതായത് ഇപ്പം ഒരു ഈച്ച ചത്ത് കിടക്കുന്നു, അതിന്റെ ആ ഒരു അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ വൈക്കോലിന്റെ പീസ് കിടക്കുന്നു, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ് ആ ഒരു സ്ട്രെയിനറിൽ കുടുങ്ങും അല്ലെ. അതാണ് ലാർജ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻ മെറ്റൽ സ്ട്രെയിനർ ഓർ സീവ് ഉപയോഗിക്കുന്നത് പറയുന്നത്. ഇനി അതിനേക്കാളും സ്മോളർ ആൻഡ് ഫൈനർ പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ്, അല്ലെങ്കിൽ എന്താണ് മറ്റ് ചെറിയ ചെറിയ സോളിഡ് ഇംപ്യൂരിറ്റീസ്, ഇതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രിഫ്യൂഗൽ ക്ലാരിഫയർ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ ഇനി നമ്മൾ ഈ ക്ലാരിഫയറിന്റെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. In a centrifugal clarifier, the milk is spun at high speeds to create centrifugal force which helps to separate the impurities from lighter milk components. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈറ്റർ ആയിട്ടുള്ള മിൽക്ക് കമ്പോണൻസിൽ നിന്നും ഇങ്ങനത്തെ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു സെൻട്രിഫ്യൂഗൽ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന ഒരു ക്ലാരിഫയർ, ഇതാണ് അതിന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലാരിഫയർ ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുന്നു. അങ്ങനെ റിമൂവ് ചെയ്യാൻ ആ ഒരു പ്രോസസ്സിനെയാണ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആസ് ദ മിൽക്ക് enters the rotating bowl, the centrifugal force drives heavier impurities, അതായത് ഡർട്ട്, സെല്ല് മുതലായിട്ടുള്ള ഹെവിയർ ഇംപ്യൂരിറ്റീസിനെ ഔട്ട്വേർഡ് ആക്കുകയും മറ്റ് ഈ ഡർട്ട് റിമൂവ് ആക്കിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളെ എന്താണ് ഇൻവേർഡ് ആക്കുകയും ചെയ്യുന്നു. അതായത് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇതാണ് ക്ലാരിഫയർ. ഓക്കെ, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലാരിഫയർ. ഈ ക്ലാരിഫയർ ഇങ്ങനെ നല്ല സ്പീഡിൽ കറങ്ങുവാണ്. അതായത് നമ്മൾ ഇതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നു, എന്നിട്ട് നല്ല സ്പീഡിൽ കറങ്ങുവാണ്. ഇങ്ങനെ കറങ്ങുമ്പോൾ അതിനകത്തുള്ള ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഇപ്പൊ എന്തെങ്കിലും ഡർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഹെവിയർ ഇംപ്യൂരിറ്റീസ്, എന്തെങ്കിലും സെല്ലുകൾ, ഇതിനൊക്കെ വെയിറ്റ് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഇവരെന്താണ് ഔട്ട്വേർഡ് സൈഡിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ബൗൾ, ഈ ഒരു ബൗളിന്റെ ചുറ്റിലേക്കും, അല്ലെങ്കിൽ ആ ഒരു ബൗൾ വാളിന്റെ സൈഡിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും. അതായത് ചുറ്റി പുറത്തേക്ക് ഔട്ട്വേർഡ്സ് ആണ് അവിടെ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ക്ലാരിഫയർ സ്ലഡ്ജ് എന്ന് പറയും. ക്ലാരിഫയർ സ്ലഡ്ജ് എന്ന് പറയും. അത് ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുന്നത്. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഓർത്തിരിക്കാം. ഒന്ന്, ഇത് വർക്ക് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചിട്ടാണ്. അതുപോലെ ഇങ്ങനെ ഇംപ്യൂരിറ്റീസ് ഒക്കെ എവിടെയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്? ബൗളിന്റെ വാൾസിലേക്ക്, അതായത് ഔട്ട്വേർഡ്സ് ആണ്. അതിനെ നമ്മൾ ക്ലാരിഫയർ സ്ലഡ്ജ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഇനി ക്ലീനർ ആയിട്ടുള്ള മിൽക്ക്, അതായത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയിട്ട് ക്ലീനർ ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള മിൽക്ക് വരുമല്ലോ. ഈ മിൽക്ക് എങ്ങോട്ടാണ് പോകുന്നത്? അതിനകത്ത് ലൈറ്റർ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് അല്ലെ. സോ ഇറ്റ് ഫ്ലോസ് ഇൻവേർഡ്സ്, ഉള്ളിലേക്ക്. ആ നല്ല പാല് ഉള്ളിലേക്കും ഇംപ്യൂരിറ്റീസ് ഔട്ട്വേർഡും ആണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്താണ്? എക്സസ് ത്രൂ എ സെപ്പറേറ്റ് ഔട്ട്ലെറ്റ്. എന്നിട്ട് ആ ഒരു നല്ല ശുദ്ധമായ പാല് ഒരു സെപ്പറേറ്റ് ഔട്ട്ലെറ്റ് വഴി നമുക്ക് പുറത്തേക്ക് കിട്ടുന്നു. അപ്പൊ മനസ്സിലായോ? ഈ ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഔട്ട്വേർഡ് പോകുന്നു. അതിനെ പറയുന്നത് എന്താണ്? ക്ലാരിഫയർ സ്ലഡ്ജ് എന്ന് പറയുന്നു. നല്ല പാല് ഉള്ളിലേക്ക് വരുന്നു. ഉള്ളിലേക്ക് വന്നിട്ട് എന്താണ്? അതിന് ഒരു എക്സിറ്റ് വഴി, ഔട്ട്ലെറ്റ് വഴി നമ്മൾ എന്താണ് കളക്ട് ചെയ്തെടുക്കുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ദ എഫിഷ്യൻസി ഓഫ് ഇംപ്യൂരിറ്റി റിമൂവൽ ഡിപ്പെൻഡ്സ് ഓൺ ലാർജ്ലി ഓൺ ദ സൈസ് ഓഫ് ദ ഡർട്ട് പാർട്ടിക്കിൾസ്. അപ്പൊ ഈ ഡർട്ട് പാർട്ടിക്കിൾസിന്റെ സൈസ് അനുസരിച്ചാണ് ഇത് എത്രത്തോളം ഹൈലി പ്യൂരിഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടിയെന്ന് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ, if particles are larger than 100 microns, simple straining or filtration is used. അപ്പോൾ ഒരു 100 മൈക്രോണിനേക്കാളൊക്കെ കൂടുതൽ പാർട്ടിക്കിൾ സൈസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റലിക് സ്ട്രെയിനേഴ്സോ സീവ്സോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. എന്നാൽ ഈ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 100 മൈക്രോണിനേക്കാളും കുറവാണെങ്കിൽ അവിടെയാണ് എന്തിന്റെ ഉപയോഗം വരുന്നത്? ഈ ക്ലാരിഫയർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ ഉപയോഗം വരുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്, കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. In case if the raw milk contains a lot of dirt and impurities, then it is suggested to run the milk in a pre-clarifier or even
ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ ക്യാൻ ബി യൂസ്ഡ്. അപ്പോ പാലിനകത്ത് ഒരുപാട് ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരു പ്രീ ക്ലാരിഫയർ അല്ലെങ്കിൽ എന്താണ് ഒരു ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ. അപ്പം ഈ രണ്ട് പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പാലിൽ ഇംപ്യൂരിറ്റീസ് ഒരുപാട് കൂടുതലാണെങ്കിൽ ഒന്നെങ്കിൽ പ്രീ ക്ലാരിഫയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ ഉപയോഗിച്ച് നമുക്ക് ആ ഇംപ്യൂരിറ്റീസിനെ ഒരു പരിധിവരെ റിമൂവ് ചെയ്യാം. Thus, while strainers can remove visible contaminants, clarifiers are indispensable for removing microscopic particles that affect the milk quality. അപ്പോ സ്ട്രെയിനേഴ്സ് ഉപയോഗിച്ച് വിസിബിൾ കണ്ടാമിനൻസിനെയും അതുപോലെ ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ ക്ലാരിഫയർ ഉപയോഗിച്ചും റിമൂവ് ചെയ്യുന്നു. This process enhances the milk clarity and purity as well as ensures that the downstream equipment such as pasteurizers, homogenizers and separators remain cleaner for longer and improving operational efficiency. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ക്ലാരിഫൈ ചെയ്തെടുക്കുന്നത് വഴി പാലിന്റെ ക്ലാരിറ്റിയും അതിനകത്ത് മറ്റ് കണ്ടാമിനേഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും പാല് കുറച്ചുകൂടെ പ്യൂർ ആയിരിക്കുന്നു. അതുപോലെ പ്രോസസ്സിങ്ങിന് പോകുമ്പോൾ എക്യുപ്മെന്റ്സ് ഹോമോജനൈസർ, പാസ്ചറൈസർ, മറ്റ് സെപ്പറേറ്റേഴ്സ് ഇങ്ങനത്തെ സാധനങ്ങൾ ആ മെഷീൻസ് അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സ് ക്ലീനർ ആയിട്ട് നല്ല രീതിക്ക് ഒരുപാട് നാളെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഹീറ്റിംഗ് എഫിഷ്യൻസി ഇതൊന്നും അഫക്റ്റഡ് അല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ, അതായത് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് നല്ല രീതിക്ക് നടക്കാൻ സഹായിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളുടെ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പിനെ അഫക്ട് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. എങ്ങനെയാണ് ടെമ്പറേച്ചർ അഫക്ട് ചെയ്യുന്നത് നോക്കിയേ. മിൽക്ക് ടെമ്പറേച്ചർ പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ക്ലാരിഫിക്കേഷൻ പ്രോസസ് ആൻഡ് എഫിഷ്യൻസി. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് രീതിയിലാണ് ക്ലാരിഫയേഴ്സിനെ നമ്മൾ തരംതിരിക്കുന്നത്. ഒന്നാമത്തത് ഹോട്ട് മിൽക്ക് ക്ലാരിഫയേഴ്സ് ആണ്. ഹോട്ട് മിൽക്ക് ക്ലാരിഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 40 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് ചൂടിലായിരിക്കും ഇത് പ്രവർത്തിക്കുക. 40 to 50 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഹോട്ട് മിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഹൈ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കരുത്. ജസ്റ്റ് ഒരു 40 to 50 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത് നോക്കിയേ. കോമൺലി യൂസ്ഡ് വെൻ ക്ലാരിഫിക്കേഷൻ ഇസ് എ പാർട്ട് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓർ ബിഫോർ പാസ്ചറൈസേഷൻ. അപ്പോൾ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസ്ചറൈസേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നടത്തുകയാണെങ്കിൽ അവിടെ നമുക്കൊരു 40 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ആയിരിക്കും നമ്മളുടെ ഹോട്ട് മിൽക്ക് ക്ലാരിഫയേഴ്സ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി കോൾഡ് മിൽക്ക് ക്ലാരിഫയേഴ്സ് ഉണ്ട്. കോൾഡ് മിൽക്ക് ക്ലാരിഫയേഴ്സ് എന്ന് പറയുമ്പോൾ ലോവർ ടെമ്പറേച്ചർ ആയിരിക്കും അല്ലെ. ഏകദേശം ഒരു 8 ഡിഗ്രി സെൽഷ്യസ് ടു 12 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഈ കോൾഡ് മിൽക്ക് ക്ലാരിഫയേഴ്സ് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ പ്ലാന്റ്സ് വെയർ മിൽക്ക് ഈസ് റിസീവ്ഡ് ആൻഡ് പ്രോസസ്ഡ് ഇൻ ചിൽഡ് കണ്ടീഷൻസ്. അപ്പൊ പാലിനെ കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യേണ്ടത് ചിൽഡ് കണ്ടീഷനിലാണെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് ക്ലാരിഫയർ ആണ് കോൾഡ് മിൽക്ക് ക്ലാരിഫയേഴ്സ്. ഇത് പ്രവർത്തിക്കുന്നത് 8 ഡിഗ്രി സെൽഷ്യസ് ടു 12 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലായിരിക്കും. ഓക്കെ, അപ്പൊ ഹോട്ട് മിൽക്ക് ക്ലാരിഫയേഴ്സ് എന്ന് പറയുമ്പോൾ 40 to 50 ഡിഗ്രി സെൽഷ്യസ്. കോൾഡ് മിൽക്ക് ക്ലാരിഫയേഴ്സ് എന്ന് പറയുമ്പോൾ 8 to 12 ഡിഗ്രി സെൽഷ്യസ്. ഏകദേശം ഈ ഒരു റേഞ്ച് ആയിരിക്കും ഓർത്തിരിക്കുക. ഇനി നോക്കിയേ. Modern large dairies that handle huge capacities of milk may explore the option of cold milk clarifiers. അപ്പൊ വലിയ ഡയറികളിലൊക്കെ, അതായത് ഹ്യൂജ് കപ്പാസിറ്റി ഓഫ് മിൽക്കിനെ ഇങ്ങനെ ക്ലാരിഫൈ ചെയ്തെടുക്കേണ്ട കണ്ടീഷൻസിലൊക്കെ അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്താണ്, കോൾഡ് മിൽക്ക് ക്ലാരിഫയേഴ്സ് ആണ്. കാരണം ഒരുപാട് പാലുണ്ടല്ലേ. അപ്പൊ ഇത് ക്ലാരിഫൈ ചെയ്ത് വരുന്ന കണ്ടീഷനിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഒന്നും ഇല്ലാതിരിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ എപ്പോഴും എന്താണ്, അങ്ങനത്തെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്കിനെയാണ് പ്രോസസ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രിഫർ ചെയ്യപ്പെടുന്നത് കോൾഡ് മിൽക്ക് ക്ലാരിഫയേഴ്സ് ആണ്. 8 to 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. This is because when working with a chilled raw milk, the clarifiers can handle large volume of chilled milk and seamlessly integrate with energy efficiency systems and are compatible with continuous milk reception operations. അപ്പൊ എന്താണ് പറയുന്നത്, ഇങ്ങനെ ചിൽഡ് റോ മിൽക്ക് എന്താണ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സിസ്റ്റം എനർജി എഫിഷ്യന്റ് സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും മറ്റ് മിൽക്ക് റിസപ്ഷൻ ഓപ്പറേഷൻസിനെ നല്ല രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എപ്പോഴും കോൾഡ് മിൽക്ക് ക്ലാരിഫയേഴ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോ നമ്മളുടെ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് കടക്കാൻ പോകുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റുകളെ കുറിച്ചാണ്. അതായത് പാലിന് അതിനകത്തുള്ള മൈക്രോബിയൽ കണ്ടാമിനേഷൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് മറ്റ് സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം പാൽ എന്ന് പറയുന്ന ഹൈലി പെരിഷബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് കമ്മോഡിറ്റി ആണെന്ന് പറഞ്ഞു. നോക്കിക്കേ, raw milk is one of the nature's most nutritious food and also
വൺ ഓഫ് ദ മോസ്റ്റ് പെരിഷബിൾ. അപ്പോ നമ്മളുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഏറ്റവും അധികം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഭക്ഷ്യ വസ്തുവാണ് പാല്. അതേപോലെ തന്നെ ഹൈലി പെരിഷബിൾ ആണ്, പെട്ടെന്ന് കണ്ടാമിനേറ്റഡ് ആയി പോകാൻ സാധ്യതയുള്ള ഒരു ഫുഡ് കൊമോഡിറ്റി കൂടിയാണ് പാല്. Without proper treatment, it can harbor dangerous pathogens like Salmonella, Listeria, and E. coli, which are responsible for a significant share of foodborne illness outbreaks linked to dairy worldwide. അപ്പോ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ലാത്ത, അതായത് ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് കൊടുക്കാതെയാണ് പാല് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് പാത്തോജനിക് ഓർഗാനിസംസ് ഈ പാലിൽ വളരാനും, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ വളരാനും അതുമൂലം ഒരുപാട് ഫുഡ് ബോൺ ഡിസീസസ് ഉണ്ടാവാനും വേൾഡ് വൈഡ് സ്പ്രെഡ് ആകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും പാല് കൃത്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. അതായത് സാൽമോണല്ല, ലിസ്റ്റീരിയ, ഈക്കോളെ മുതലായിട്ടുള്ള ഒരുപാട് പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് ഒരു റൂം ടെമ്പറേച്ചറിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാലിലേക്ക് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ആ ഒരു പ്രശ്നത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ മൈക്രോബിയൽ കണ്ടാമിനേഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലിന് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഹീറ്റ് പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഹീറ്റ് പ്രോസസ്സിങ്ങുകളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, ഹീറ്റ് പ്രോസസ്സിംഗ് ഇൻ ദ ഡയറി ഇൻഡസ്ട്രീസ് ഫസ്റ്റ് പ്രൈമറി ഡിഫൻസ് അഗെയിൻസ്റ്റ് ദീസ് റിസ്ക്. അപ്പൊ ഇങ്ങനത്തെ മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രൈമറി ഡിഫൻസ് എന്ന രീതിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഹീറ്റ് പ്രോസസ്സിംഗ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ഫാർ മോർ ദാൻ ജസ്റ്റ് ബോയിലിംഗ് മിൽക്ക്. അതായത് നമ്മളിപ്പോ ഒരു കവർ പാല് വാങ്ങിച്ച്, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് പാല് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പാല് തിളപ്പിക്കും അല്ലെ, അത് ബോയിലിംഗ് ഓഫ് മിൽക്ക് ആണ്. അതിനേക്കാളും കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആയിരിക്കുമല്ലോ നമ്മൾ ഡയറി പ്ലാന്റുകൾ ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടെ ജസ്റ്റ് ബോയിലിംഗ് അല്ല, അതിനും കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഡയറി പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ലെവലിൽ അവർ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. ഡിഫറെന്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് സെർവ് ഡിഫറെന്റ് പ്രോസസ്സസ്, ഡിഫറെന്റ് പർപ്പസസ്. എന്തൊക്കെയാണ്? Some are designed to make milk safe to drink today, others to keep in shelf stable for months without refrigeration, and still others to prepare milk for concentrated and dried products. അപ്പോ പലതരത്തിലുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ചിലത് നമുക്ക് അന്നന്ന് കുടിക്കാനുള്ള പാല് പ്രോസസ്സ് ചെയ്ത് കണ്ടാമിനേഷൻ ഇല്ലാതെ പാക്കേജ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്നതാണ്. പിന്നെ ചിലതുണ്ട് പാലിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാനും ഈവൻ റെഫ്രിജറേഷൻ ഇല്ലാതെ തന്നെ പാലിനെ ഒരു 6 മാസത്തോളം ഒക്കെ റൂം ടെമ്പറേച്ചറിൽ തന്നെ കീപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതി. അതാണ് UHT പാസ്ചറൈസേഷൻ എന്നൊക്കെ പറയുന്നത്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ. അപ്പൊ അങ്ങനത്തെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതും അല്ലെങ്കിൽ പാലിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈ ചെയ്ത് എടുത്തിട്ട് മിൽക്ക് പൗഡർ, സ്കിം മിൽക്ക് പൗഡർ അങ്ങനത്തെ ഒക്കെ രൂപത്തിൽ സൂക്ഷിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ആക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റുകൾ നമ്മൾ ഈ പാലിന് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ ഉദ്ദേശം എന്താണോ, പർപ്പസ് എന്താണോ അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കിക്കേ, മേജർ ഹീറ്റ് പ്രോസസിംഗ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഡയറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒന്ന് പാസ്ചറൈസേഷൻ, പിന്നെ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ, ഡ്രൈയിങ്, കണ്ടൻസിങ്, ഫോർ വാമിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, നിങ്ങളുടെ സിലബസ് പ്രകാരം പാസ്ചറൈസേഷൻ ആണ്. ഓക്കെ, പാസ്ചറൈസേഷൻ ആണ്. സോ പാസ്ചറൈസേഷൻ എന്താണ്? ഓക്കെ, ആദ്യമേ ഞാൻ ചോദിക്കട്ടെ, പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരെന്താണ്? നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ തുടങ്ങണമല്ലോ. ആരാണ്? ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റ് ആയിരുന്നു. ആരാണ്? നമ്മുടെ ലൂയിസ് പാസ്റ്റർ ആണ് അല്ലെ, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്. ലൂയിസ് പാസ്റ്റർ ആണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ആൻഡ് ഹി ഡെവലപ്ഡ് ദ പ്രോസസ് ഇൻ 1860s. 1860കളിലാണ് ഇദ്ദേഹം ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത്. And this method has become the golden standard for ensuring the milk safety worldwide. ഇപ്പോഴും പാലിന്റെ പരിശുദ്ധി സംരക്ഷിക്കാനും മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഇല്ലാതെ പാലിനെ നമ്മുടെ കയ്യിൽ എത്തിക്കാനും വേണ്ടിയിട്ട് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന, ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇപ്പോഴും പാസ്ചറൈസേഷൻ ആണ്. 1860കളിൽ ഡെവലപ്പ് ചെയ്തെടുത്ത മെത്തേഡാണ്. ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഫ്രഞ്ച് സയന്റിസ്റ്റ് ആയിട്ടുള്ള ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് കോൾഡ് പാസ്ചറൈസേഷൻ? എപ്പോഴും നമ്മൾ ഒരു മിൽക്ക് അല്ലെങ്കിൽ ഡയറി ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഏറ്റവും എടുത്തു പറയപ്പെടുന്ന ഒരു പ്രോസസ്സിംഗ് ടെക്നിക്ക് പാസ്ചറൈസേഷൻ ആണ്. ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന മിൽക്ക് പ്രോസസ്സിംഗ് ഏതാണെന്ന് ചോദിച്ചാലും പാസ്ചറൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് പാസ്ചറൈസേഷൻ നോക്കിയേ? ഇറ്റ് ഈസ് എ കൺട്രോൾഡ് ഹീറ്റ് പ്രോസസ്. അപ്പൊ എന്താണ്? ഒരു കൺട്രോൾഡ് ഹീറ്റ് പ്രോസസ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ഹീറ്റ്, അതായത് പർട്ടിക്കുലർ ടെമ്പറേച്ചറും ടൈമും എടുത്തിട്ട് നമ്മൾ ഒരു കൺട്രോൾഡ് കണ്ടീഷനിൽ കൊടുക്കുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ്. That eliminates harmful microorganisms from milk
while preserving its nutritional value and extend its shelf life. അപ്പോ പാലിന്റെ ന്യൂട്രീറ്റീവ് വാല്യൂവിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് അതിന്റെ ഷെൽഫ് ലൈഫിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു കൺട്രോൾഡ് ഹീറ്റ് പ്രോസസ്സ് വഴി ആ പാലിനകത്തുള്ള ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. പാസ്ചറൈസേഷൻ is a controlled heat process that eliminates harmful microorganisms from milk while preserving the nutritive value and extending the shelf life. Nutritive value maintain ചെയ്യുന്നുണ്ട്, അതിന്റെ ഷെൽഫ് ലൈഫിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് കൂടുതൽ നാള് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എങ്ങനെ? ഒരു പർട്ടിക്കുലർ ടൈം ആൻഡ് ടെമ്പറേച്ചർ ഫ്രെയിമില് ഈ പാലിന് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യുന്നത് വഴി പാലിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാനും അതിന്റെ ന്യൂട്രീറ്റീവ് വാല്യൂവിന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ പാലിനെ സുരക്ഷിതമായിട്ട് ഹ്യൂമൻ കൺസപ്ഷന് വേണ്ടി എത്തിക്കാനും നടത്തുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ തെർമൽ പ്രോസസ് ടെക്നിക് ദാറ്റ് ഇൻവോൾവ്സ് ഹീറ്റിംഗ് ഓഫ് മിൽക്ക് ടു സ്പെസിഫിക് ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻസ്. അപ്പൊ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. അതിന്റെ എന്താണ്? എപ്പോഴും അതൊരു ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ ആണ്. നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുവേ. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഡിസ്ട്രോയ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് വിതൗട്ട് സിഗ്നിഫിക്കന്റ്ലി ആൾട്ടറിംഗ് ദ മിൽക്സ് ടേസ്റ്റ്, ന്യൂട്രീഷണൽ കണ്ടന്റ് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ പാലിന്റെ ടേസ്റ്റിനോ ന്യൂട്രീഷണൽ കണ്ടന്റിനോ പാലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനോ ഒരു മാറ്റവും വരാതെ, ഒരു മാറ്റവും എന്നല്ല, ചെറിയ രീതിക്ക് വൈറ്റമിൻ ലോസ് ഒക്കെ സംഭവിക്കും, എന്നാലും മോസ്റ്റ്ലി മാറ്റങ്ങളൊന്നും വരാതെ ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കൺട്രോൾഡ് ഹീറ്റിംഗ് പ്രോസസ് ആണ്. അതിൽ തന്നെ ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻസ് പലതായിരിക്കും ഓരോ ടൈപ്പ് ഓഫ് പാസ്ചറൈസേഷനും അനുസരിച്ച്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ലൂയിസ് പാസ്റ്റർ ആണ് ഈ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തെടുത്തതെന്നും ഓർത്തിരിക്കാം. വലിയ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള സംഭവങ്ങളൊക്കെയാണ് യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഞാനിങ്ങനെ കഥ പോലെ ഓരോരോ പ്രോസസ്സിംഗ് ടെക്നിക്കുകളും പറഞ്ഞു പോകും. അപ്പൊ ആ കഥ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഓക്കെ, കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കഥയ്ക്കാണ് പ്രാധാന്യം. ബാക്കി ഡയറക്റ്റ് പോയിന്റുകളൊക്കെയാണ് ഇങ്ങനെ കളേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ നോക്കിയേ, ഹീറ്റ് പ്രോസസ്സിംഗ് വർക്ക്സ് to denature proteins within microbial cells, destroying their structure and rendering them inactive. അപ്പൊ ഇങ്ങനത്തെ ഹീറ്റ് പ്രോസസ്സിംഗ് നടത്തുമ്പോഴത്തേക്കും നമ്മളുടെ പാലിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടല്ലോ, അവരുടെ ഉള്ളിലുള്ള പ്രോട്ടീനുകളെ, മൈക്രോബിയൽ പ്രോട്ടീനുകളെ ഡീനേച്ചർ ചെയ്യുകയും അതിന്റെ സ്ട്രക്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ആ മൈക്രോ ഓർഗാനിസംസിനെ ഇനാക്റ്റീവ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. അത് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെയാണ്, അത്രയൊന്നും പഠിക്കണമെന്നില്ല. അപ്പൊ ഇതിന്റെ കീ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് ടൈം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഹയർ ടെമ്പറേച്ചർ റിക്വയർ ഷോർട്ടർ എക്സ്പോഷർ ടൈം ടു അച്ചീവ് ദ സെയിം ലെവൽ ഓഫ് മൈക്രോബിയൽ ഡിസ്ട്രക്ഷൻ. അപ്പോ നമ്മള് ഒരു ലോവർ ടെമ്പറേച്ചർ, അതായത് ഒരു 63 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചോ, അതിലൊരു 30 മിനിറ്റോളം, അതായത് കൂടുതൽ സമയം വെച്ചാലാണ് കുറച്ച് മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മൾ ഈ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു, അതായത് ഒരു 135 ഡിഗ്രി സെൽഷ്യസ്, അപ്പൊ ടെമ്പറേച്ചർ കൂടിയല്ലോ. അപ്പം ആ ഹീറ്റ് എക്സ്പോഷർ ജസ്റ്റ് ഒരു 2 to 3 സെക്കൻഡ്സ് ഒക്കെ കൊടുത്താൽ മതി. അപ്പോഴും ഈ മൈക്രോ ഓർഗാനിസംസ് ചാകും. അപ്പൊ എന്താണ്? ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എക്സ്പോഷർ ടൈം കുറവായാൽ മതി, എന്നാലും സെയിം എഫക്റ്റ് ആയിരിക്കും കിട്ടുക. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കളേർഡ് ആയിട്ട് കൊടുക്കാൻ കാരണം ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനകത്ത് ശരി ഏതാണെന്ന് ചോദിക്കും. ഇപ്പൊ ഹയർ ടെമ്പറേച്ചർ റിക്വയർസ് ഹയർ എക്സ്പോഷർ ടൈം എന്നായിരിക്കും ഓരോ ഓപ്ഷൻ ഉണ്ടാവുക. അതുപോലെ ലോവർ ടെമ്പറേച്ചർ റിക്വയർസ് ഷോർട്ടർ എക്സ്പോഷർ ടൈം എന്നായിരിക്കും. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റുകൾ തരും. അപ്പൊ എപ്പോഴും ഓർക്കണം, കുറഞ്ഞ ടെമ്പറേച്ചർ ആണെങ്കിൽ ലോങ്ങർ ടൈം വേണം, കൂടിയ ടെമ്പറേച്ചർ ആണെങ്കിൽ ഷോർട്ടർ എക്സ്പോഷർ ടൈം മതി. ഈ 2 കണ്ടീഷനിലും മൈക്രോ ഓർഗാനിസംസ് കില്ലാകും. അപ്പൊ എന്താണ്? ഹയർ ദ ടെമ്പറേച്ചർ ഷോർട്ടർ ദ എക്സ്പോഷർ ടൈം. അത് ഓർത്തിരിക്കണേ. അതാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്തിരിക്കണേ. This allows processors to tailor treatments to their specific goals, whether eliminating pathogens while keeping the flavor intact, achieving high commercial sterility for ambient storage. അപ്പോൾ കൃത്യമായ ഷെൽഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ലെവലിലുള്ള സ്റ്റെറിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ ഫ്ലേവർ ഇൻടാക്ട് ആയിട്ട് അതിന്റെ ടേസ്റ്റ്, ന്യൂട്രീറ്റീവ് വാല്യൂ ഒന്നും നഷ്ടപ്പെടാതെ പാത്തജൻസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ടൈലർ ചെയ്യും. അതായത്
ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻസ് മാറ്റി കൊടുക്കും. പല രീതിയിലുള്ള പാസ്ചറൈസേഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് ഓരോ രീതിക്കും ഓരോ ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻസ് ആയിരിക്കും. അപ്പൊ ഇനി നമ്മൾ അതിനെ കുറിച്ചൊക്കെ പഠിക്കും. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മൾ പാസ്ചറൈസേഷൻ കൃത്യമായി നടന്നോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിന് കുറച്ച് ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. നോക്കിയേ. In dairy industry, the standard for pasteurization is the destruction of Coxiella burnetii and Mycobacterium bovis. അപ്പം എന്താണ് പാസ്ചറൈസേഷൻ കൃത്യമായി നടന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ കോക്സിയെല്ല ബർണറ്റി അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയം ബോവിസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസംസിന്റെ ഡിസ്ട്രക്ഷൻ ആണ്. ഇത് നോൺ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പാത്തജനിക് മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പം ഈ കോക്സിയെല്ല ബർണറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇവര് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അതായത് ഒരു പരിധി വരെയുള്ള ടെമ്പറേച്ചറിലൊക്കെ ഇവന്മാര് സർവൈവ് ചെയ്യും. അപ്പൊ ഇത്രയും കുറച്ച് ഹൈ ടെമ്പറേച്ചർ വന്നാൽ മാത്രമേ ഈ മൈക്രോ ഓർഗാനിസംസ് നശിച്ചു പോകുള്ളൂ. അതുപോലെ ഇവർ നോൺ സ്പോർ ഫോമിംഗ് ആണ്. അത് ഓർത്തിരിക്കണം. അപ്പൊ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആയിട്ട് പാസ്ചറൈസേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോക്സിയെല്ല ബർണറ്റി ആണ്. ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അതുപോലെ എന്താണ് നോൺ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള പാത്തജനിക് മൈക്രോ ഓർഗാനിസം ആണ് കോക്സിയെല്ല ബർണറ്റി. കോക്സിയെല്ല ബർണറ്റി കോസ് ചെയ്യുന്നത് എന്ത് ഡിസീസ് ആണ്? ക്യൂ ഫീവർ ആണ്. അതും കൂടെ ഓർക്കുക. കോക്സിയെല്ല ബർണറ്റി എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഫോർ പാസ്ചറൈസേഷൻ ആണ്. ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. നോൺ സ്പോർ ഫോമിംഗ് പാത്തജൻ ആണ്. ഇത് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ക്യൂ ഫീവർ. ഇത്രയും കാര്യം പക്കയായിട്ട് ഓർത്തിരിക്കണേ. ഇനി പണ്ട് കാലത്ത്, അതായത് കോക്സിയെല്ല ബർണറ്റി വരുന്നതിന് മുന്നേ നമ്മൾ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആയിട്ട് ഉപയോഗിച്ചിരുന്നത് മൈക്കോബാക്ടീരിയം ബോവിസ് ആണ്. മൈക്കോബാക്ടീരിയം ബോവിസ് ഇതെന്താ കോസ് ചെയ്യുന്നത്? ട്യൂബർക്ലോസിസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ആണ്. അപ്പൊ ഇതിന് നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സാൽമണല്ല, ലിസ്റ്റീരിയ, ഈക്കോള എന്നൊക്കെ പറയുന്നത് സാധാരണ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്ന മീസോഫിലിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം, അതായത് റൂം ടെമ്പറേച്ചറിലൊക്കെ സർവൈവ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ ചെല്ലുമ്പോഴേ ഇവരൊക്കെ നശിച്ചു പോകും. പക്ഷെ ഇവരൊക്കെ നശിച്ചു പോയി നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ കുറച്ചും കൂടെ ഹയർ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്തിട്ട് ആ ടെമ്പറേച്ചറിൽ മാത്രം നശിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് പോലും നശിച്ചുവെങ്കിൽ, അതായത് കോക്സിയെല്ല ബർണറ്റി നശിച്ചുവെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ നശിച്ചു പോകാൻ സാധ്യതയുള്ള സാൽമണല്ലയും ലിസ്റ്റീരിയ ഒക്കെ ഉറപ്പായിട്ട് നശിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായ പാസ്ചറൈസേഷൻ നടന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ഈ ഇൻഡിക്കേറ്റർ ഓർഗാനിസംസിനെ പ്രിഫർ ചെയ്യുന്നത്. കോക്സിയെല്ല ബർണറ്റി ഇമ്പോർട്ടന്റ് ആണ്. കോക്സിയെല്ല ബർണറ്റി അത് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ക്യൂ ഫീവർ. പണ്ട് എന്തായിരുന്നു? മൈക്കോബാക്ടീരിയം ആയിരുന്നു. ഓക്കെ. If the process killed these, it is guaranteed to have killed less hardy bacteria like Salmonella, E. coli, Listeria. അപ്പൊ ഈ കോക്സിയെല്ല ബർണറ്റിയുടെ ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാളും ലോവർ ടെമ്പറേച്ചറിൽ നശിച്ചു പോകുന്ന ലിസ്റ്റീരിയ, സാൽമണല്ല, ഈ കോളി മുതലായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും നശിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. സോ ഇറ്റ് ഈസ് കൺസിഡർഡ്, അതായത് കോക്സിയെല്ല ബർണറ്റി ഈസ് കൺസിഡർഡ് ആസ് ദ indicator organism for pasteurization and it causes Q fever. Okay, clear ആണല്ലോ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻഡിക്കേറ്റർ ടെസ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഡിക്കേറ്റർ ഓർഗാനിസം കോക്സിയെല്ല ബർണറ്റി ആണെന്ന് പറഞ്ഞു. ഇനി കൃത്യമായ പാസ്ചറൈസേഷൻ നടന്നോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ്. അതായത് ഈ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്നത് സാധാരണ പാലിൽ സ്വതസിദ്ധമായി കാണപ്പെടുന്ന ഒരു എൻസൈമാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ഓക്കെ. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി മോർ ഹീറ്റ് റെസിസ്റ്റന്റ് ദാൻ ദ ടാർഗറ്റ് പാത്തജൻസ്. അതായത് നമ്മുടെ പാലിൽ അടങ്ങിയിട്ടുള്ള ലിസ്റ്റീരിയ, സാൽമണല്ല മുതലായിട്ടുള്ള പാത്തജൻസിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അതായത് കുറച്ചും കൂടെ ഹീറ്റ് ചെന്നാലും നശിച്ചു പോകാത്ത ഒരു എൻസൈമാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. പക്ഷെ നമ്മുടെ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചറുകളിൽ ഈ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്താണ്? ഡീനേച്ചർ ആയി പോകും. എൻസൈമാണ്, പ്രോട്ടീൻ ആണ് അല്ലെ. അപ്പൊ അത് ഡീനേച്ചർ ആയി പോകും. അപ്പോ കൃത്യമായ പാസ്ചറൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ പാലിനെ പാസ്ചറൈസേഷന് വിധേയമാക്കിയതിനു ശേഷം കുറച്ച് പാലെടുത്ത് അതിന് ആൽക്കലൈൻ അതായത് ആ ഒരു പാസ്ചറൈസ് ചെയ്ത പാലിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തിട്ട് അതിനെ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റിന് വിധേയമാക്കുക. അങ്ങനെ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ഇല്ല എങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ആ ഹൈ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്തിട്ടുണ്ട്, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് നശിച്ചു പോയിട്ടുണ്ട്. അതിനർത്ഥം കൃത്യമായ പാസ്ചറൈസേഷൻ നടന്നു എന്ന്. ഇനി ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ പാലിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിന്റെ പ്രസൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത്രയും ഹൈ ടെമ്പറേച്ചർ ഒന്നും അറ്റൈൻ ചെയ്തിട്ടില്ല,
കൃത്യമായ പാസ്ചറൈസേഷൻ നടന്നിട്ടില്ല. കാരണം ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ഇപ്പോഴും പാലിനകത്തുണ്ട്. അതായത് ആ എൻസൈം നശിച്ചു പോയിട്ടില്ല എങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അത്രയും ഹയർ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്തു എന്ന്. ആ ഹയർ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് നശിച്ചു പോയിരുന്നേനെ. ഓക്കെ, അപ്പം എന്താണ് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ്. If it is present, the milk is considered as under pasteurized and unsafe for sale. അപ്പോ അങ്ങനെ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് അവശേഷിക്കുന്നുവെങ്കിൽ ആ പാല് അണ്ടർ പാസ്ചറൈസ്ഡ് ആണ്, അല്ലെങ്കിൽ അൺസേഫ് ഫോർ സെയിൽ ആണ്, സെയിൽ ചെയ്യാൻ പറ്റില്ല, ഹ്യൂമൻ കൺസപ്ഷൻ നല്ലതല്ല, കാരണം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മൈക്രോ ഓർഗാനിസംസ് കാണപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു കൺക്ലൂഷനിലാണ് നമ്മൾ എത്തുക. ഇനി ഈ ഇൻഡിക്കേറ്റർ ഓർഗാനിസം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ടെസ്റ്റ് നടത്തുമ്പോൾ കൃത്യമായ പാസ്ചറൈസേഷൻ അറ്റൈൻ ചെയ്തിട്ടില്ല എന്നാണ് റിസൾട്ട് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഈ വലിയ ഡയറി പ്ലാന്റുകളിലൊക്കെ എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള തെർമോമീറ്റേഴ്സും സെൻസേഴ്സും ഒക്കെ ഉണ്ട്, കറക്റ്റ് ആ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്തോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. അപ്പം ആ പാല് ഫ്ലോ ചെയ്ത് പാസ്ചറൈസ് ചെയ്യപ്പെടുന്നതിന് അതേ ടൈമിൽ തന്നെ അതിന്റെ തെർമോമീറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത്ര ടെമ്പറേച്ചർ ആണ്, അപ്പൊ ഇപ്പൊ 63 ഡിഗ്രി സെൽഷ്യസ് 72 ഡിഗ്രി സെൽഷ്യസ് ആണ് യൂഷ്വലി, അതായത് HTST പാസ്ചറൈസേഷൻ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പറയും. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിലാണ് ജനറലി വലിയ ഡയറി പ്ലാന്റുകളിൽ പാസ്ചറൈസേഷൻ നടക്കുന്നത്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ ആണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സെൻസേഴ്സും കാര്യങ്ങളും ഒക്കെ ഡയറി പ്ലാന്റുകളിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എൻസൈം നശിച്ചു പോയിട്ടില്ല, അതായത് കൃത്യമായി പാസ്ചറൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? അവിടെയാണ് ഫ്ലോ ഡൈവർജൻസ് വാൽവുകളുടെ പ്രാധാന്യം വരുന്നത്. ഫ്ലോ ഡൈവർജൻസ് വാൽവുകൾ ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അതായത് ഇൻ കേസ് പാസ്ചറൈസ്ഡ് ആയിട്ടില്ല എങ്കിൽ ആ പാലിനെ റിവേർട്ട് ചെയ്ത് വിടും, തിരിച്ചുവിടും. ഈ ഫ്ലോ ഡൈവർജൻസ് വാൽവ് വഴി തിരിച്ചു വിട്ടിട്ട് ഒന്നും കൂടെ പാസ്ചറൈസേഷന് വിധേയമാകും. കാരണം ഒരു തുള്ളി പാല് പോലും കൃത്യമായി പാസ്ചറൈസ്ഡ് ആവാതെ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പാടില്ല. വീണ്ടും അതിനെ പാക്ക് ചെയ്ത് നമ്മുടെ കൈ കിട്ടിയതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് വളരുവാണെങ്കിൽ അത് ഹ്യൂമൻ കൺസപ്ഷന് നല്ലതല്ലാതാവും, അതുമൂലം ഫുഡ് ബോൺ ഡിസീസസ് ഉണ്ടാവും. അതുകൊണ്ട് കൃത്യമായ പാസ്ചറൈസ്ഡ് ആയ പാല് മാത്രമേ ഡയറി പ്ലാന്റുകളിൽ അടുത്ത പ്രോസസ്സിംഗിലേക്ക് വിടത്തുള്ളൂ, അല്ലെങ്കിൽ പാക്കേജിംഗിലേക്ക് വിടത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഒന്ന് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ്, പിന്നെ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആയിട്ട് ഉപയോഗിക്കുന്നത് കോക്സിയെല്ല ബർണറ്റി. ഇത് കൂടാതെ വലിയ ഡയറി പ്ലാന്റുകളിലൊക്കെ പാല് പാസ്ചറൈസ് ചെയ്യുമ്പോൾ അതിന് ആ പാലിന്റെ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ അതിനുള്ളിൽ തന്നെ സെൻസേഴ്സും ഓട്ടോമാറ്റിക് തെർമോമീറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ടെമ്പറേച്ചർ ആൻഡ് ടൈം അറ്റൈൻ ചെയ്തോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്രയും അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ പാത്തോജൻ ഫ്രീ ആകത്തുള്ളൂ. അതുപോലെ തന്നെ ശുദ്ധമായ പാല് മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഒന്നും ഇല്ലാതെ പാക്ക് ചെയ്ത് കൺസ്യൂമേഴ്സിൽ എത്തിക്കാൻ സാധിക്കുള്ളൂ. അതാണ് പാസ്ചറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ. അത് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റിന്റെ കാര്യം ഓർത്തിരിക്കുക, കോക്സിയെല്ല ബർണറ്റിയുടെ കാര്യം ഓർത്തിരിക്കുക, ഫ്ലോ ഡൈവർജൻസ് വാൽവുകളുടെ കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ 3 തരത്തിലുള്ള പ്രധാനപ്പെട്ട പാസ്ചറൈസേഷനുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യത്തേത് LT പാസ്ചറൈസേഷൻ. LT എന്ന് പറയുമ്പോൾ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്ചറൈസേഷൻ ആണ്. ഓക്കെ, ലോ ടെമ്പറേച്ചർ കുറഞ്ഞ ടെമ്പറേച്ചർ ആണെങ്കിൽ ലോങ് ടൈം വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ കൂടുതൽ ടൈം എക്സ്പോഷർ വേണം, ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ കുറഞ്ഞ ടൈം എക്സ്പോഷർ മതി. ക്ലിയർ ആണല്ലോ? ആ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടാവണേ. അപ്പൊ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്ചറൈസേഷൻ ആണ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ബാച്ച് പാസ്ചറൈസേഷൻ. എന്താണ് പറയുന്നത്? ബാച്ച് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നു. ഇത് ഒരു ഓൾഡസ്റ്റ് മെത്തേഡ് ആണ്. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരാണ് വാറ്റ് പാസ്ചറൈസേഷൻ. വാറ്റ് പാസ്ചറൈസേഷൻ എന്ന് പറയും. ബാച്ച് അല്ലെങ്കിൽ വാറ്റ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നു. ഇനി ഇതിന്റെ ടെമ്പറേച്ചർ ആൻഡ് ടൈം കോമ്പിനേഷൻ നോക്കിയേ, 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ആണ്. അപ്പൊ നോക്കിയേ, 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ആണ്. അതായത് ലോ ടെമ്പറേച്ചർ ആണ്, കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ടെമ്പറേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ എക്സ്പോഷർ ടൈം കൂടുതലായിരിക്കണം. 30 മിനിറ്റോളം 63 ഡിഗ്രി സെൽഷ്യസിൽ പാല് പ്രോസസ്സ് ചെയ്താൽ മാത്രമേ LT പാസ്ചറൈസേഷൻ അറ്റൈൻ ചെയ്തു എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം, LT പാസ്ചറൈസേഷന് ഫുൾ നെയിം ഓർത്തിരിക്കണം. അതാണ് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്ചറൈസേഷൻ ആണ്. അതിന്റെ ടെമ്പറേച്ചർ ആൻഡ് ടൈം കോമ്പിനേഷൻ ഓർത്തിരിക്കണം. 63 ഡിഗ്രി സെൽഷ്യസ് 30 മിനിറ്റ്സ് ആണ്. ഇതിന്റെ മറ്റു പേരുകൾ ഓർത്തിരിക്കണം. ഇതൊരു ഓൾഡർ മെത്തേഡ് ആണെന്ന് ഓർത്തിരിക്കണം. ബാച്ച് പാസ്ചറൈസേഷൻ ആണ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് വാറ്റ് പാസ്ചറൈസേഷൻ. ഇങ്ങനെ വാറ്റ് പാസ്ചറൈസേഷൻ എന്ന് പറയാൻ കാര്യം എന്താണ്? ഇതിനൊരു വാറ്റിനുള്ളിലാണ് ഇതിനെ വർക്ക് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മെക്കാനിസം ഒന്ന് നോക്കിയേ. സ്റ്റീം ഓർ ഹോട്ട് വാട്ടർ സർക്കുലേറ്റ് ത്രൂ ദ ജാക്കറ്റ്. ജാക്കറ്റ് എന്ന് പറയുന്നതാണ്
ആ വാറ്റിന്റെ ഇന്നർ ആൻഡ് ഔട്ടർ സ്പേസിന് ഇടയിൽ ആ ഇന്നർ ആൻഡ് അത് രണ്ട് ഭിത്തികളുള്ള ഒരു വലിയ ടാങ്ക് പോലത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വലിയ വെസൽ. അതിന് രണ്ട് വോളുകളുണ്ട്. ഈ വോളുകളുടെ ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെയാണ് എന്താ പറയുന്നത് ജാക്കറ്റ് എന്ന് പറയുന്നത്. ആ സ്പേസിനുള്ളിൽ കൂടെ എന്താണ് സ്റ്റീം, അതായത് നല്ല ചൂടുള്ള ഗ്യാസ് അല്ലെങ്കിൽ എന്താണ് ഹോട്ട് വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് 63 ഡിഗ്രി സെൽഷ്യസ് ചൂടിലായിരിക്കും സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് പാലിൽ എന്താണ് ഹീറ്റ് കിട്ടുന്നത്. അതുപോലെ അതിനുള്ളിൽ എന്തുണ്ട് അജിറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ പെഡൽസ് ഉണ്ട്, അതായത് നല്ല രീതിക്ക് മിക്സ് ആകാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് കീപ്സ് ദ മിൽക്ക് മൂവിങ് ടു എൻഷുർ യൂണിഫോം ഹീറ്റിംഗ്. അപ്പൊ യൂണിഫോം ഹീറ്റിംഗ് നടക്കാനും ബേൺഡ് ഫ്ലേവേഴ്സ് ഒഴിവാക്കാനും വേണ്ടി ഇതിനുള്ളിൽ എന്തുണ്ട് അജിറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ പെഡൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ട് ഹീറ്റ് എത്തപ്പെട്ടു എന്നും ഈ ആ രണ്ട് വാളുകളുടെ ഇടയിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റീം അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ഈ പാലിനെ പാസ്ചറൈസ് ചെയ്യുന്നു എന്നുമാണ്. അതാണ് ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് അജിറ്റേറ്റേഴ്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കും. യൂണിഫോംലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹീറ്റ് നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ബേൺഡ് ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള മിക്സിംഗ് നടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അജിറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ പെഡൽസ് ഉപയോഗിക്കുന്നത്. ടുഡേ LT is used primarily for small scale dairies. അതുപോലെ തന്നെ ഒരുപാട് ഹൈ ടെമ്പറേച്ചറിൽ അതായത് നമ്മള് മിൽക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കില്ല, ഇപ്പൊ ചീസ് പോലത്തെ മിൽക്ക് പ്രോഡക്റ്റുകൾ. അപ്പൊ അവർക്ക് ഹൈ ടെമ്പറേച്ചർ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനുകൾ, അതായത് പ്രിപ്പയറിംഗ് സ്റ്റാർട്ടർ കൾച്ചേഴ്സ് ഇൻ ചീസ്, യോഗർട്ട് ആൻഡ് ബട്ടർ മിൽക്ക് പ്രൊഡക്ഷൻ. അപ്പൊ ഇങ്ങനത്തെ കേസുകളിലൊക്കെയാണ് LT പാസ്ചറൈസേഷൻ പ്രിഫർ ചെയ്യുന്നത്. സ്മോൾ സ്കെയിൽ ഡയറീസിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, LT പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്ചറൈസേഷൻ ആണ്. ഇതിന് മറ്റു രണ്ട് പേരുകളാണ് ബാച്ച് പാസ്ചറൈസേഷൻ അല്ലെങ്കിൽ വാറ്റ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജാക്കറ്റ് ആയിരിക്കും, അതായത് രണ്ട് വാളുകൾ ഉണ്ടാവും ഈ ഇതിന്റെ വെസലിന്. അതിന്റെ ഇടയിലൂടെ സ്റ്റീം അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു 63 ഡിഗ്രി സെൽഷ്യസ് 30 മിനിറ്റ്സ് ചൂട് കിട്ടുന്നത്. ഇങ്ങനെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ അജിറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ പെഡൽസ് ഉണ്ട്. അപ്പൊ യൂണിഫോം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹീറ്റ് നടക്കുകയും അതുപോലെ ബേൺഡ് ഫ്ലേവേഴ്സ് ഒഴിവാക്കുകയും ചെയ്യുന്നു. അങ്ങനെ 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ഈ പാല് പ്രോസസ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ഇത് പാസ്ചറൈസേഷൻ അറ്റൈൻ ചെയ്യുന്നത്. അതാണ് LT പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ജനറലി ഇത് എന്താണ് സ്മോൾ സ്കെയിൽ ഡയറീസിൽ അതുപോലെ സ്റ്റാർട്ടർ കൾച്ചറുകൾ, നമ്മുടെ ചീസ്, യോഗർട്ട്, ബട്ടർ മിൽക്ക് പ്രൊഡക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് LT പാസ്ചറൈസേഷൻ പ്രിഫർ ചെയ്യപ്പെടുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HTST പാസ്ചറൈസേഷൻ ആണ്, അഥവാ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ. ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എക്സ്പോഷർ ടൈം കുറവ് മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു കണ്ടീഷനാണ് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ജനറലി വലിയ ഡയറി പ്ലാന്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന HTST പാസ്ചറൈസേഷൻ ആണ്. കാരണം അവിടെ എന്താണ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ആണല്ലേ ഡെയിലി പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ് വേണ്ടത്, ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മിൽക്ക്, കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ് നടക്കണം. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എന്ത് പ്രിഫർ ചെയ്യുന്നത്, HTST പാസ്ചറൈസേഷൻ പ്രിഫർ ചെയ്യുന്നത്. അവിടെ ടെമ്പറേച്ചർ കൂടുതലും ടൈം ഷോർട്ട് പീരീഡ് മതി. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ പാലിന് നമുക്ക് പാസ്ചറൈസ് ചെയ്ത് വിടാൻ സാധിക്കും. അതുപോലെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കണ്ടിന്യൂസ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ മറ്റേ കേസിൽ എന്തായിരുന്നു, ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്ചറൈസേഷന്റെ മറ്റൊരു പേര് എന്താണ്, ബാച്ച് പാസ്ചറൈസേഷൻ എന്നായിരുന്നു. ബാച്ച് പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബാച്ചിനെ പാസ്ചറൈസ് ചെയ്ത് വിടുക, അടുത്ത ബാച്ച് എടുക്കുക, അതിനെ പാസ്ചറൈസ് ചെയ്ത് വിടുക, അങ്ങനെയാണല്ലേ. കാരണം എന്താണ്, ഒരു വെസലിനുള്ളിലാണ് ആ പാസ്ചറൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് പാലിനെ മാത്രമേ പാസ്ചറൈസ് ചെയ്യാൻ സാധിക്കൂ. എന്നിട്ട് ആ ബാച്ച് മാറിയിട്ടാണ് അടുത്ത ബാച്ച് വരുന്നത് അല്ലെ. കാരണം എന്താണ്, അവിടെ ഒരു വെസലിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ഒരു ജാക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് വാളിനിടയിലുള്ള സ്പേസ് ഉണ്ട്. അവിടെ സ്റ്റീം അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. ഉള്ളിലൊരു അജിറ്റേറ്റർ ഉണ്ട്. ഇത് നല്ല രീതിക്ക് യൂണിഫോംലി മിൽക്കിനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹീറ്റ് നടക്കുന്നു. അങ്ങനെയാണ് 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സിൽ എന്ത് സംഭവിക്കുന്നത്, അവിടെ ബാച്ച് പാസ്ചറൈസേഷൻ അല്ലെങ്കിൽ വാറ്റ് പാസ്ചറൈസേഷൻ, അതും അല്ലെങ്കിൽ LT പാസ്ചറൈസേഷൻ നടന്നിരുന്നത്. ഇനി HTST പാസ്ചറൈസേഷന്റെ കേസിൽ എന്താണ്, അവിടെ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മിൽക്കിന്റെ ഫ്ലോ ആണ്. ആ ഫ്ലോ ചെയ്യുന്ന മിൽക്കിനെ പാസ്ചറൈസ് ചെയ്ത് അടുത്ത പ്രോസസിംഗ് ലെവലിലേക്ക് വിട്ടുകൊണ്ടിരിക്കണം. ഇവിടെ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ടാണ് LT ബാച്ച് പാസ്ചറൈസേഷൻ എന്നും ഇതിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതി എന്നും പറയുന്നത്. ഇനി HTST പാസ്ചറൈസേഷൻ നമ്മൾ പറഞ്ഞ പോലെ ഹൈ ടെമ്പറേച്ചർ ആണ്. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ അല്ല കേട്ടോ, 72 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ എക്സ്പോഷർ ടൈം കുറവാണെന്ന് പറഞ്ഞല്ലോ, എത്രയാണ്,
15 seconds ആണ്. ഓക്കെ, അപ്പം 72 ഡിഗ്രി സെൽഷ്യസ് 15 seconds, 72 ഡിഗ്രി സെൽഷ്യസ് 15 seconds ആണ് HTST പാസ്ചറൈസേഷന്റെ ടൈം ആൻഡ് ടെമ്പറേച്ചർ കോമ്പിനേഷൻ. ഓർത്തിരിക്കണം, ഈ ഓരോ പാസ്ചറൈസേഷന്റെയും ടൈമും ടെമ്പറേച്ചറും കൃത്യമായി ഓർത്തിരിക്കണം. കാരണം ഇത് തെറ്റിച്ചിട്ട് കൊടുക്കാം. ചിലപ്പോൾ ഓപ്ഷനിൽ 72 ഡിഗ്രി സെൽഷ്യസ് 15 minutes എന്ന് കൊടുത്തേക്കാം, തെറ്റാണ്. എക്സ്പോഷർ ടൈം വളരെ കുറവാണ്, ജസ്റ്റ് 15 seconds ആണ്. ഓക്കെ, 72 ഡിഗ്രി സെൽഷ്യസ് 15 seconds ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. കാരണം ഞാൻ പറഞ്ഞു ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്, മീനിങ് ദ മിൽക്ക് ഫ്ലോസ് ത്രൂ ദ മെഷീൻ അറ്റ് ഹൈ സ്പീഡ് റാദർ ദാൻ സിറ്റിംഗ് ഇൻ എ ടാങ്ക്. അപ്പം LTയുടെ കേസിൽ, ലോ ടെമ്പറേച്ചർ ലോങ് ടൈമിന്റെ കേസിൽ ഒരു വെസൽ അല്ലെങ്കിൽ ടാങ്കിനുള്ളിലായിരുന്നു പ്രവർത്തനം. അതുകൊണ്ട് അതിനെ ബാച്ച് പാസ്ചറൈസേഷൻ എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. പക്ഷേ HTST പാസ്ചറൈസേഷന്റെ കേസിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള മിൽക്കിന്റെ ഫ്ലോ ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് HTST പാസ്ചറൈസേഷൻ ഒരു കണ്ടിന്യൂസ് പാസ്ചറൈസേഷൻ മെത്തേഡ് ആണ്. 72 ഡിഗ്രി സെൽഷ്യസ് 15 seconds ആണ്. 72 ഡിഗ്രി സെൽഷ്യസ് 15 seconds ആണ്. ആൻഡ് then it is instantly cooled. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ മെക്കാനിസം നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ് എന്താണ്? പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. അപ്പൊ ഇതെന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കുറച്ച് എന്താണ് പ്ലേറ്റുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കാം. പാരലലി ഇങ്ങനെ കുറെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്ലേറ്റുകൾ അടുക്കി വെച്ച്, അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. നിങ്ങൾക്ക് ഒരു വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുവാണ്. അപ്പോൾ എ ഡസൻ ഓഫ് തിൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ്സ് ഉണ്ടാകും. അപ്പൊ കോൾഡ് റോ മിൽക്ക്, അതായത് നമ്മൾ പാസ്ചറൈസ് ചെയ്യപ്പെടാൻ പോകുന്ന ഫ്രഷ് മിൽക്കിനെ കടത്തിവിടുന്നു. അപ്പൊ മുകളിൽ കൂടെ ഇങ്ങനെ എന്താണ്, മുകളിൽ കൂടെ എന്നുള്ള 2 ലെയർ എന്ന് വെച്ചോ. അപ്പൊ അതിൽ ഒരു ലെയർ കോൾഡ് മിൽക്ക് ഇങ്ങനെ പാസ്ചറൈസേഷന് വിധേയമാകാൻ വേണ്ടി പോവുകയാണ്. ഇനി പാസ്ചറൈസ് ചെയ്യപ്പെട്ട ഹോട്ട് മിൽക്ക് ഉണ്ടല്ലോ, അതായത് 72 ഡിഗ്രി സെൽഷ്യസ് 15 seconds എക്സ്പോഷർ കിട്ടി പാസ്ചറൈസേഷൻ നടന്ന പാല് ഈ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചസിന് മറ്റൊരു സൈഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണ്. അപ്പൊ അതാണ് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചസ്. അപ്പൊ ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റോ മിൽക്ക് തണുത്തിട്ടായിരിക്കും അല്ലെ, സാധാ പാല് പാസ്ചറൈസേഷൻ മുന്നേ ഉള്ള പാലിൽ തണുത്തിട്ടായിരിക്കും, ഈ പാസ്ചറൈസ് ചെയ്യപ്പെട്ട പാല് ചൂടായിരിക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോ അവിടെ എന്താണ്, ഒരു തെർമൽ എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നു അല്ലെ. സോ ഒരു ഡസൻ ഓഫ് തിൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകൾ ഉണ്ടാകും. കോൾഡ് റോ മിൽക്കും അതുപോലെ ഹോട്ട് പാസ്ചറൈസ്ഡ് മിൽക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു ഓൺ ഡിഫറെന്റ് സൈഡ്സ് ഓഫ് ദ പ്ലേറ്റ്സ്. ഈ പ്ലേറ്റ്സിന്റെ ഡിഫറെന്റ് സൈഡ്സിൽ കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഒരു ഡയറക്ഷനിൽ കോൾഡ് ആയിട്ടുള്ള റോ മിൽക്കും മറ്റേ ഡയറക്ഷനിൽ ഹോട്ട് ആയിട്ടുള്ള പാസ്ചറൈസ്ഡ് മിൽക്കും പാസ് ചെയ്യുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? റീജനറേഷൻ ആണ്. ഈ പ്രോസസ്സിനെ പറയുന്നത് റീജനറേഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ്, തെർമൽ എനർജി ട്രാൻസ്ഫർ ആണ്. എനർജി ട്രാൻസ്ഫർ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഹോട്ട് പാസ്ചറൈസ്ഡ് മിൽക്കിൽ നിന്നും കോൾഡ് നോൺ പാസ്ചറൈസ്ഡ് മിൽക്കിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് റീജനറേഷൻ എന്നാണ്. എന്താണ് പറയുന്നത്? റീജനറേഷൻ. ഓക്കെ, റീജനറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോ അതാണ് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്. അപ്പൊ എവിടെയാണ് HTST പാസ്ചറൈസേഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ലാർജ് സ്കെയിൽ കൊമേഴ്ഷ്യൽ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. കാരണം അവിടെ ഒരുപാട് പാല് പാസ്ചറൈസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് അവിടെ ബാച്ച് പ്രോസസ്സ് പറ്റത്തില്ല, കണ്ടിന്യൂസ് പ്രോസസ് ആണ് നടക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എന്ത്? പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. കോൾഡ് റോ മിൽക്ക് ഇങ്ങനെ പോകുന്നു, അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള കോൾഡ് റോ മിൽക്ക് ഇങ്ങനെ പോകുന്നു, പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള ഹോട്ട് മിൽക്ക് ഇങ്ങനെ പോകുന്നു. അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. അതുകൊണ്ട് തന്നെ എനർജി എഫിഷ്യന്റ് ആയിട്ട് അധികം എനർജി ലോസ് സംഭവിക്കാതെ നമുക്ക് എന്താണ് പാസ്ചറൈസേഷൻ നടത്താൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുന്നു. അപ്പോൾ ദ കണ്ടിന്യൂസ് ഫ്ലോ ഡിസൈൻ മീൻസ് ലാർജ് വോളിയൂംസ് ക്യാൻ ബി പ്രോസസ്ഡ് എഫക്റ്റീവ്ലി. അപ്പൊ ലാർജ് വോളിയൂം ഓഫ് മിൽക്കിനെ എഫിഷ്യന്റ്ലി പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടിന്യൂസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് HTST പാസ്ചറൈസ്ഡ് മിൽക്ക് ടിപ്പിക്കലി ഹാസ് എ റെഫ്രിജറേറ്റഡ് ഷെൽഫ് ലൈഫ് ഓഫ് 2 to 3 weeks. അപ്പോ ഇങ്ങനെ HTST പാസ്ചറൈസേഷൻ, അതായത് 72 ഡിഗ്രി സെൽഷ്യസ് 15 seconds പാസ്ചറൈസ് ചെയ്ത പാല് റെഫ്രിജറേറ്റഡ് കണ്ടീഷനിൽ, അതായത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതുവരെയൊന്നും നമ്മൾ വെക്കാറില്ല. പിന്നെന്താണ്, മോഡേൺ HTST സിസ്റ്റംസ് ആർ എക്വിപ്ഡ് വിത്ത് ഫ്ലോ റേറ്റ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ഡൈവേർട്ട് വാൽവ്സ് ടു എൻഷുർ എവറി പാർട്ടിക്കിൾ ഓഫ് മിൽക്ക് റീച്ചസ് റിക്വയർഡ് ടെമ്പറേച്ചർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്ലോ ഡൈവർജൻസ് വാൽവുകൾ, അതിന്റെ കാര്യമാണ് പറയുന്നത്. കൃത്യമായ രീതിയിൽ പാസ്ചറൈസ് ചെയ്യാത്ത ഒരു തുള്ളി പാല് പോലും അടുത്ത പ്രോസസിംഗ് യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകത്തില്ല. കാരണം പാസ്ചറൈസേഷൻ നടന്നിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മനസ്സിലാകുകയാണെങ്കിൽ ഇതർ അതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള സെൻസറുകൾ, തെർമോമീറ്ററുകൾ ഒക്കെ ആ ഒരു 72 ഡിഗ്രി സെൽഷ്യസ്
അറ്റൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് വഴി എന്താണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് നശിച്ചു പോയിട്ടില്ല എന്ന് പറയുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പാലിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നു. അപ്പം സെൻസേഴ്സ് ആണ് കൂടുതലും ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പം ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഓർ ടൈം അറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ പാലിനെ റീഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ പാസ്ചറൈസേഷന് വിധേയമാക്കുന്നു. അങ്ങനെ ആ പാസ്ചറൈസ് ചെയ്യുന്ന യൂണിറ്റിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകുന്ന ഒരു തുള്ളി പാല് പോലും കൃത്യമായ രീതിയിൽ പാസ്ചറൈസേഷന് വിധേയമാകാതെ പോവുകയില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. അതിന് സഹായിക്കുന്നതാണ് ഈ ഫ്ലോ ഡൈവർജൻസ് വാൽവ് പോലെയുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. 72°C 15 സെക്കൻഡ്സ് ആണ്. ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ ആണ്. കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇവിടെ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. റോ മിൽക്ക് ഒരു സൈഡിലേക്കും അതുപോലെ പാസ്ചറൈസ്ഡ് ഹോട്ട് മിൽക്ക് മറ്റൊരു സൈഡിലേക്കും ഓപ്പോസിറ്റ്ലി പാസ് ചെയ്യപ്പെടുന്നു. അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. അതുകൊണ്ട് എനർജി എഫിഷ്യന്റ് ആയിട്ട് കുറച്ചും കൂടെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ കുറച്ചുകൊണ്ട് നമുക്ക് എന്താണ് പാലിനെ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മിൽക്കിനെ നമുക്ക് എന്താണ് പാസ്ചറൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഇനി പാസ്ചറൈസ്ഡ് അല്ലാത്ത പക്ഷം അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഫ്ലോ ഡൈവർജൻസ് വാൽവുകളുണ്ട്. വലിയ വലിയ ഡയറി പ്ലാന്റുകളിലേക്ക് HTST പാസ്ചറൈസേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ?